നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ ജപ്പാനെ പരാജയപ്പെടുത്തിയ മത്സരത്തിൽ കാസമിറോ ബ്രസീലിനായിട്ട് ഗോളടിച്ചല്ലോ. അതോടുകൂടി അദ്ദേഹം ചരിത്രത്തിൽ ബ്രസീലിനായിട്ട് ഗോളടിക്കുന്ന പ്രായം കൂടിയ രണ്ടാമത്തെ താരമായി മാറിയിരിക്കുകയാണ്. ഒന്നാമതുള്ളത് ഇതിഹാസ താരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ബെബറ്റോയാണ്. 1994 വേൾഡ് കപ്പിലെ റൊമാരിയോക്കൊപ്പം ഹീറോയായ ആളാണ്. അദ്ദേഹം 98 വേൾഡ് കപ്പ് കളിച്ചിരുന്നു. 98 വേൾഡ് കപ്പിൽ ഡെൻമാർക്കിനെതിരെ ഗോളടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 34 വയസ്സും 4 മാസവും 18 ദിവസവുമായിരുന്നു. ഇന്നലെ ജപ്പാനെതിരെ ഗോളടിക്കുമ്പോൾ കാസമിറോയുടെ പ്രായം 34 വയസ്സും 44 മാസവും 6 ദിവസവുമാണ്. വരും കളികളിൽ ഗോളടിച്ചാൽ ഒരു പക്ഷേ ബെബറ്റോയുടെ റെക്കോർഡ് അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റിയേക്കും. ഈ കൂട്ടത്തിൽ 3-ാം സ്ഥാനത്തുള്ളത് തിയാഗോ സിൽവയാണ്. അദ്ദേഹം സെർബിയക്കെതിരെ 2018 വേൾഡ് കപ്പിൽ ഗോളടിക്കുമ്പോൾ 33 വയസ്സും 9 മാസവും 3 ദിവസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ഏതായാലും ഇത്ര പ്രായത്തിലാണെങ്കിലും കാസമിറോ ടീമിന് വളരെ പ്രധാനപ്പെട്ടവനാണ് എന്ന് ഇന്നലെയും അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. കോച്ച് കാർലോ അഞ്ചലോട്ടി അത് വിശദീകരിച്ച് പറയുകയും ചെയ്തു. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബ്രസീൽ ഒരു വേൾഡ് കപ്പ് മത്സരത്തിൽ നോക്കൗട്ട് സ്റ്റേജിൽ ഹാഫ് ടൈമിൽ പുറകിൽ നിന്നിട്ട് തിരിച്ചടിച്ച് വിജയിച്ച് കയറിയിട്ട് എത്ര കൊല്ലമായെന്നറിയാമോ? 88 വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രസീൽ ഒരു വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് മത്സരത്തിൽ ഹാഫ് ടൈമിൽ പുറകിൽ നിന്നിട്ട് പിന്നെ തിരിച്ചടിച്ച് വിജയിച്ച് കയറുന്നത്. ദി ലാസ്റ്റ് ടൈം ബ്രസീൽ വൺ എ വേൾഡ് കപ്പ് നോക്കൗട്ട് മാച്ച് വൈൽ ലോസിങ് അറ്റ് ഹാഫ് ടൈം വാസ് 88 years ago. വാവ്! ഡോൺ കാർലോ വരുമ്പോൾ ചരിത്രം മറിയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാ? അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഇതാദ്യമായിട്ടാണ് ഡോൺ കാർലോ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് പുറകിൽ നിന്ന ശേഷം ബ്രസീൽ വിജയിച്ചു കയറുന്നത്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ടൈം ബ്രസീൽ ഹാസ് കം ഫ്രം ബിഹൈൻഡ് ടു വിൻ അണ്ടർ കാർലോ അഞ്ചലോട്ടീസ് കമാൻഡ്. ചരിത്രം മറിയുകയാണ്. അവിടെ അഞ്ചലോട്ടി എന്നൊരു മഹാമനുഷ്യനുണ്ട്. അയാളുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് ബ്രസീൽ മനോഹരമായി കളിക്കുന്ന കാഴ്ചയാണ് ജപ്പാനെതിരെ എസ്പെഷ്യലി രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.